നിങ്ങൾ അൺഹെൽത്തി ആൻഡ് ഫാറ്റ് ഗെയിൻ ആവാതിരിക്കാൻ ഞാൻ പറയാൻ പോകുന്ന ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ കാണാൻ ശ്രമിക്കുക. എന്നാൽ ഏത് ഫുഡാണെന്നല്ലേ? എന്നാൽ അങ്ങനെ ഒരു ഫുഡില്ല. ഒന്നാമത് നമ്മൾ ട്രെയിനർമാരായതുകൊണ്ട് തന്നെ മനസമാനത്തിന് ഒരു കല്യാണ പരിപാടി ഏതൊരു പരിപാടിക്ക് വിട്ട് ഒരു ചിക്കൻ ബിരിയാണി പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ബിരിയാണി കഴിക്കുമ്പോഴത്തേക്കും ചോദിക്കും, നിങ്ങൾ ട്രെയിനർമാരല്ലേ, നിങ്ങൾക്ക് ബിരിയാണി കഴിക്കാവോ, ഇത് ഹെൽത്തി ആണോ? അതെന്താ ബിരിയാണി ഫുഡല്ലേ? ഒന്നാമത്തെ ഒരു കാര്യം മനസ്സിലാക്കുക, ദർ ഇസ് നത്തിങ് കോൾഡ് അൺഹെൽത്തി ഫുഡ്, ദർ ഇസ് ഓൺലി അൺഹെൽത്തി ഡയറ്റ്. നിങ്ങൾ ഒരു സാലഡ് കഴിച്ചാൽ നിങ്ങൾ ഹെൽത്തി ആവാനും പോകുന്നില്ല, ഒരു ബിരിയാണി കഴിച്ചു നിങ്ങൾ അൺഹെൽത്തി ആവാനും പോകുന്നില്ല. എവറിത്തിങ് ഇസ് എ മാറ്റർ ഓഫ് ടൈം. സോ നിങ്ങൾ ഒരു കൺസിസ്റ്റന്റ് പീരീഡ് ഓഫ് ടൈമിൽ ബിരിയാണി, ബർഗർ, പിസ്സ, ഐസ്ക്രീം, ചോക്ലേറ്റ് വരെ പോലത്തെ കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് കഴിക്കുമ്പോൾ യു വിൽ എൻഡ് അപ്പ് ഗെയിനിങ് ഫാറ്റ് ആൻഡ് ബിക്കംസ് അൺഹെൽത്തി. ബിക്കോസ് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ കാലറീസ് ഒന്നും പ്രോപ്പറായിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ സോ വി എൻഡ് അപ്പ് ഈറ്റിംഗ് മോർ കാലറീസ് ദാൻ വി ആക്ച്വലി നീഡ്. സോ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതായത് ഒരു 80% നല്ല ഹോൾ ന്യൂട്രിയൻസ് ഫുഡും ബാക്കി 20% നിങ്ങളുടെ സോൾ സാറ്റിസ്ഫൈങ് ഫുഡും കഴിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ കഴിക്കുന്ന ഫുഡ് നമ്മുടെ കാലറി ഇൻടേക്കിന് ഉള്ളിലാണോ എന്നും ആൻഡ് ഇത് നമ്മുടെ മാക്രോസിൽ ഫിറ്റ് ആവുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ട്രൈ ടു അവോയ്ഡ് ഓവർ ഈറ്റിംഗ് ആൻഡ് സ്ട്രെസ് ഈറ്റിംഗ്. സോ പച്ചപ്പുല്ലും മസാല ഇടാത്ത ചിക്കനും കഴിക്കലല്ല ഡയറ്റ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിസിക്കലി മെന്റലി നിങ്ങളുടെ സോളിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണം. സോ യു ഡോണ്ട് ഹാവ് ടു സാക്രിഫൈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. കാരണം ഇടയ്ക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ്സ് ഒക്കെ കഴിച്ച് ബാലൻസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു ഡയറ്റും ഒരു കൺസിസ്റ്റന്റ് പീരീഡ് ഓഫ് ടൈം ഫോളോ ചെയ്യാൻ പറ്റൂ. സോ ഈറ്റ് യുവർ ഫേവറേറ്റ് ഫുഡ് ഇൻ മോഡറേഷൻ ആൻഡ് കൈൻഡ്ലി ഡോണ്ട് ഡീമോണൈസ് എനി ഫുഡ്. സോ ഒരു ഫുഡും വില്ലൻ അല്ല, നിങ്ങളുടെ ഹാബിറ്റ് ആണ് വില്ലൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻസ് കാലറിയും മാക്രോസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. സോ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട.